നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ബാക്കുവിലെ താമസത്തിന് ട്രാവൽ ഏജൻറ്റ് തരപ്പെടുത്തി തന്നത്. വിൻ്റർ പാർക്ക് ഹോട്ടൽ. മുറിയിലെ ജനാലയ്ക്കരികിൽ നിന്നാൽ താഴെ പ്രധാന റോഡ് കാണാം. അവിടെയുള്ള വിൻ്റർ പാർക്കിനെ ചുറ്റിയാണ് പ്രധാന റോഡ് സ്ഥിതി ചെയ്യുന്നത്. Our travel agent arranged our stay in Winter Park Hotel in Baku. Standing near the hotel room window, it gives us a view of the main road and the Winter Park. The Winter Park is surrounded by the main road. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങി. ആദ്യം പോകുന്നത് അസർബൈജാൻ നാഷണൽ കാർപ്പറ്റ് മ്യൂസിയത്തിലേക്കാണ്. Today we are planning to visit the Azerbaijan National Carpet Museum. അസർബൈജാൻ മന്ത്രിസഭ 1967 പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മ്യൂസിയം നിലവിൽ വന്നത്. 1967 മുതൽ 1993 വരെ അസർബൈജാൻ സ്റ്റേറ്റ് മ്യൂസിയം ഓഫ് കാർപ്പറ്റ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. The museum was established in 1967. From 1967 to 1993, this museum was known as the Azerbaijan State Museum of Carpet. പിന്നീട് പല പേരുകളിൽ മാറി മാറി വന്നെങ്കിലും 2019 മുതൽ അസർബൈജാൻ നാഷണൽ കാർപ്പറ്റ് മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. After a series of name changes, it was renamed the Azerbaijan National Carpet Museum in 2019. തുടക്കത്തിൽ വിവിധയിനം കാർപ്പറ്റുകൾ നെയ്തെടുക്കുന്ന വിദ്യ പ്രദർശിപ്പിക്കുകയും നെയ്തെടുത്ത കാർപ്പറ്റുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഇവിടെയായിരുന്നു. മ്യൂസിയത്തിൻ്റെ നിർമ്മാണം തന്നെ ചുരുട്ടി വച്ചിരിക്കുന്ന ഒരു കാർപ്പറ്റിൻ്റെ ആകൃതിയിലാണ്. ഓസ്ട്രിയൻ ആർക്കിടെക്റ്റായ ഫ്രാൻസ് ജാൻസ് ആണ് ഇതിൻ്റെ ശില്പി. 6 വർഷങ്ങൾ കൊണ്ടാണ് മ്യൂസിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. The building structure is designed to look like a rolled carpet. Designed by Austrian architect Franz Jans, the building took over 6 years to construct. ലോകത്തിലെ ഏറ്റവും മികച്ചതും വില കൂടിയതുമായ കാർപ്പറ്റുകൾ അസർബൈജാനിൽ നിർമ്മിക്കുന്നുണ്ട്. ഏറ്റവും വില കൂടിയ കാർപ്പറ്റുകൾ ഇന്ത്യയിലും ഇറാനിലും ഒക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അസർബൈജാൻ കാർപ്പറ്റുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയുണ്ട്. The main intention of the Carpet Museum was to introduce traditional carpet weaving methods to the world. Expensive and high-quality carpets are produced in Azerbaijan. Iran and India are among the few quality carpet manufacturers. മ്യൂസിയത്തിനകത്തെ ശേഖരങ്ങളിൽ 10,000-ഓളം വസ്തുക്കളുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ കളിമണ്ണിലും ലോഹത്തിലും ഉണ്ടാക്കിയ വസ്തുക്കളും വെങ്കല യുഗത്തിലെ ആഭരണങ്ങളും 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള പരവതാനികളും അസർബൈജാൻ്റെ ദേശീയ വസ്ത്രങ്ങളും ആധുനിക കാലത്തെ കരകൗശല വസ്തുക്കളും ഒക്കെ ഇവിടെ കാണാം. The collection of the museum includes over 10,000 items of ceramics, metalworks of the 14th century, jewelry from the Bronze Age, carpets and carpet items from the 17th to 20th century, Azerbaijan national garments and embroidery, and applied artworks of the modern age. മ്യൂസിയത്തിന് പുറത്തിറങ്ങി ചുരുട്ടി വച്ചിരിക്കുന്ന പരവതാനിയുടെ മാതൃകയിൽ നിർമ്മിച്ച മ്യൂസിയം കെട്ടിടം ഒന്നുകൂടി കണ്ടു. തെരുവിലേക്കിറങ്ങി ഇനി പോകുന്നത് ഹൈലാൻഡ് പാർക്കിലേക്കാണ്. I ventured out onto the street once more. Our next destination is Highland Park. ബാക്കു നഗരത്തിൻ്റെ ഒരു കുന്നിൻ പ്രദേശമാണിത്. ഇവിടെ നിന്നാൽ ബാക്കു നഗരത്തിൻ്റെ പ്രധാന കാഴ്ചകൾ കാണാം. The observation deck is located on land that is elevated. The Highland Park is a popular tourist destination in Baku. ഈ ഉയർന്ന കുന്നിന് അടുത്താണ് ബാക്കു നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഫ്ലെയിം ടവറുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇക്കാണുന്നതാണ് ഫ്ലെയിം ടവറുകൾ. അഗ്നിജ്വാലയുടെ ആകൃതിയിലാണ് ഈ 3 ടവറുകളുടെയും നിർമ്മാണം. Visitors can take in a breathtaking panoramic view of the city and bay from its highest point. The flame towers are situated near Highland Park. അസർബൈജാന് അഗ്നിയുടെ നാട് എന്നൊരു വിളിപ്പേരുണ്ട്. അസർബൈജാനിൽ പ്രകൃതിവാതകം പലയിടങ്ങളിലും ഭൂമിയുടെ ഉപരിതലത്തിലെത്തി പ്രകൃതിയാ തന്നെ കത്തി നിൽക്കാറുണ്ട്. സൊറാസ്ട്രിയൻ മതവിശ്വാസികൾ അതിനെ ദൈവികമായി കണ്ട് ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അഗ്നിയുടെ നാട് എന്ന വിളിപ്പേര് അസർബൈജാന് ലഭിച്ചത്. ഇവിടെ നിന്നാൽ ബാക്കു നഗരത്തിൻ്റെ ഏകദേശം ദൃശ്യങ്ങൾ കാണാം.
ബാക്കു ബുളവാർഡ്, ബാക്കു ഉൾക്കടൽ, ബാക്കു മെയ്ഡൻ ടവർ, ബാക്കു ഐ എന്ന ഫെറിവീൽ, ഡെന്നിസ് മോൾ എന്നിവയുടെ ഒരു ആകാശ കാഴ്ച ഇവിടെ നിന്നാൽ കാണാം. The three flame-shaped towers are intended to symbolize the elements of fire and are a reference to Azerbaijan's nickname, the Land of Fire. Historically rooted in a region where natural gas flares emit from the ground, and Zoroastrian worshippers consider flames to be a symbol of the divine. Both locals and tourists come to the park to appreciate the view, take a stroll, or simply relax. It was named Highland Park due to its location. The territory of the parking zone is located on a hill. So, from the observation platforms, a magnificent view of the nearby attractions opens Baku Boulevard, Baku Bay, the Shirvanshah's Palace, the Old City of Baku, Baku Eye, Dennis Mall, Flame Towers, and the Maiden Star. ഇനി പോകുന്നത് ചരിത്രപരമായി വളരെയേറെ പ്രത്യേകതകളുള്ള ബീബി ഹെയ്ബാത്ത് മോസ്ക് സന്ദർശിക്കുവാനാണ്. 13-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ബീബി ഹെയ്ബാത്ത് മോസ്ക് 1936-ൽ റഷ്യൻ ബോൾഷെവിക്കുകൾ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. 1990-ൽ ഇതേ സ്ഥലത്ത് തന്നെ പുതുക്കി നിർമ്മിച്ചതാണ് ഈ മോസ്ക്. പഴയ പേര് തന്നെ നൽകുകയും ചെയ്തു. The Bibi Haibat Mosque is a historical mosque in Baku. The current structure, built in the 1990s, is a recreation of the mosque with the same name built in the 13th century, which was completely destroyed by the Bolsheviks in 1936. മോസ്കിൻ്റെ ഒരു ഭാഗത്തു നിന്നാൽ ഉൾക്കടലും ചെറിയ സമുദ്രയാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന യാർഡും കാണാം. From the mosque compound, we have a view of the bay and small ship maintenance yards in the backyard. ഹൈലാൻഡ് പാർക്കിൽ നിന്ന് താഴെ കണ്ട ഭാഗത്തു കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. വലതുവശത്ത് ഡെന്നിസ് മോൾ, കാർപ്പറ്റ് മ്യൂസിയം എന്നിവ കാണാം. ബാക്കു ബുളവാർഡ് ആണ് വലതുവശത്ത്. ബുളവാർഡ് എന്നാൽ ഒരു ഭാഗം നിറയെ മരങ്ങളാലും ചെടികളാലും നടപ്പാതകളാലും പുൽത്തകിടിയിലാലും നിറഞ്ഞ ഒരു പാർക്ക് പോലെ വളരെ നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രദേശമാണ്. അവിടെ കളിസ്ഥലങ്ങൾ കാണും, ഷോപ്പിംഗ് സെൻറ്റർ, കഫേ, റെസ്റ്റോറൻറ്റ്, ഇരിപ്പിടങ്ങൾ എല്ലാം കാണും. ഈ ബുളവാർഡിനപ്പുറം ഉൾക്കടലാണ്. As we move along the main road, we can see the Dennis Mall, Carpet Museum, and Baku Boulevard on the right. A boulevard is a street or avenue, especially one that's very wide and lined with trees. Many boulevards have a median strip of grass and sometimes trees. അസർബൈജാന്റെ എണ്ണ ഉൽപ്പാദനത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്നുള്ള എണ്ണ ഇറാൻ, ഇറാഖ്, ഇന്ത്യ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയതിന് തെളിവുകൾ ഉള്ളതായി ചാൾസ് തോമസ് മെർവിൻ എന്ന ബ്രിട്ടീഷ് റഷ്യൻ ഉദ്യോഗസ്ഥൻ 1877 എഴുതി വച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ പടയോട്ടവേളയിൽ വിളക്കുകൾ തെളിയിക്കാനായി ഇവിടെ നിന്നുള്ള എണ്ണ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. അതൊക്കെ ഒരുപക്ഷെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രകൃത്യാ പുറന്തള്ളപ്പെടുന്ന എണ്ണ ആയിരിക്കാം. ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന എണ്ണയും ഗ്യാസും കത്തിക്കൊണ്ടിരിക്കുന്ന പല മലമ്പ്രദേശങ്ങളും അസർബൈജാനിൽ നമുക്ക് കാണാം. Oil production has been a tradition in Azerbaijan for thousands of years. Charles Thomas Mervyn, a British-Russian officer, stated in 1877 that there was sufficient proof that Azerbaijan had sold oil to Iran, Iraq, and India approximately 2,500 years ago. During his conquering journeys, Alexander the Great utilized Azerbaijan's oil for lighting purposes. Maybe that is the oil and gas that comes out onto the surface of the earth naturally. However, we can still see such emissions that are lit to reduce pollution in many mountainous regions in Azerbaijan. ബാക്കുവിലെ ബിബി ഹെയ്ബാത്ത് എണ്ണപ്പാടത്തിലേക്കാണ് നാം പോകുന്നത്. കരയിൽ തന്നെ ഭൂമിയിൽ നിന്നും എണ്ണ കുഴിച്ചെടുക്കുന്ന ചെറിയ യന്ത്രങ്ങൾ ഇവിടെ സഞ്ചാരികൾക്ക് കാണാം. ഇത് വെറുമൊരു മാതൃകയല്ല.
ഭൂമിക്കുള്ളിൽ നിന്നും ചെറിയ തോതിൽ ഇപ്പോഴും എണ്ണ പമ്പ് ചെയ്ത് കയറ്റുകയാണ് ഈ റിഗുകൾ. Our destination is the Bibi Haybat oil field in Baku. Visitors are allowed to visit some parts of the oil fields. Visitors have the opportunity to view these small oil rigs that are still operating. This oil rig is authentic and pumps oil in small quantities. It's not just a model. ലോകത്തിലെ തന്നെ ആദ്യത്തെ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ് ഇത്. 1846 തന്നെ വ്യാവസായികമായി ഇവിടെ നിന്നും എണ്ണ കുഴിച്ചെടുക്കുവാൻ തുടങ്ങി. 1899 ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരായി അസർബൈജാൻ മാറുകയും ലോകത്തിന് ആവശ്യമുള്ള എണ്ണയുടെ പകുതിയും അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. Bibi Haybat is an oil and gas condensate field located on the Absheron Peninsula, presently Baku in Azerbaijan. Baku is considered as the first oil-producing country in the world. In 1846, an oil well in the Bibi Haybat field in the capital city of Baku laid the foundation for the industrial production of black gold in Azerbaijan. By 1899, Azerbaijan led the world in the production and processing of oil, and it produced half of the world's oil that year. വീണ്ടും യാത്ര തുടരുമ്പോൾ ഇടതുവശത്ത് വലിയൊരു മൈതാനത്തിൽ ധാരാളം സൈനിക വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. സിഗ്നലിൽ പോയി തിരികെ ആ വശത്തുകൂടി വരാമെന്ന് ഡ്രൈവർ പറഞ്ഞു. A vast open area with numerous military vehicles and ammunition can be seen on our left side. The driver informed us that we would turn around at the signal and return to that location. അർമേനിയ അസർബൈജാൻ യുദ്ധത്തിൽ പിടിച്ചെടുത്ത അർമേനിയയുടെ സൈനിക വാഹനങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അർമേനിയ 30 വർഷങ്ങളോളം കൈയടക്കി വച്ചിരുന്ന അസർബൈജാൻ്റെ ചില ഭൂഭാഗങ്ങൾ തിരികെ പിടിക്കാനാണ് യുദ്ധം ആരംഭിച്ചത്. 2020 അസർബൈജാൻ യുദ്ധം വിജയിക്കുകയും അർമേനിയയുടെ പക്കലുണ്ടായിരുന്ന ധാരാളം സൈനിക വാഹനങ്ങളും യുദ്ധോപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. ടിക്കറ്റ് എടുത്താൽ നമുക്ക് അകത്ത് കയറി നടന്നു കാണാം. എന്നാൽ അക്കാര്യത്തിൽ ഞാൻ അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല. സഹജീവികളുടെ രക്തക്കറ പുരണ്ട അത്തരം വസ്തുക്കൾ കണ്ട് ആസ്വദിക്കുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല. After the Armenian-Azerbaijan war, the Azerbaijan forces took possession of these military vehicles and ammunition from the Armenian army. The military vehicles and ammunition can be viewed with the purchase of tickets, but I declined to go to that exhibition. Seeing something with bloodstains was unpleasant. നേരം സന്ധ്യയോടടുക്കുന്നു. ഇന്ന് തന്നെ ബാക്കുവിലെ പുരാതന നഗരം കൂടി കാണണം. It's almost dusk right now. Today we have to visit the old city of Baku. ചരിത്രമുറങ്ങുന്ന ഒരു നഗരമാണ് ഇന്നത്തെ ബാക്കു ഓൾഡ് സിറ്റി. ഈ പുരാതന നഗരത്തിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ നാം ഈ ആധുനിക കാലത്തെ മറന്ന് പഴയ സിൽക്ക് റോഡിലൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. The historical background of the old city in Baku is extensive. The Silk Road traversed this town that was constructed in BCE 114. BCE 114 കിഴക്കനേഷ്യൻ നാടുകൾ മുതൽ ഇന്നത്തെ ഇന്ത്യ, ചൈന, പേർഷ്യ, ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം വഴിയൊക്കെ കടന്ന് യൂറോപ്പ് വരെ എത്തിയിരുന്ന 8000 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള സിൽക്ക് റോഡ് ഇന്നത്തെ ബാക്കുവിലെ പുരാതന നഗരത്തിലൂടെയും കടന്നുപോയിരുന്നു എന്ന സത്യം അതുവഴി നടക്കുമ്പോൾ നമ്മിൽ ആവേശമുണർത്തും. This part of the world has seen branches on the 8,000-kilometer Silk Road. രാത്രിയേറെ ചെല്ലുന്നതുവരെ ഉണർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഓൾഡ് സിറ്റി. നിരവധി ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, സുവനീറുകൾ വിൽക്കുന്ന കടകൾ ഒക്കെ പുരാതന നഗരത്തിനുള്ളിൽ കാണാം. Baku's old city remains active even after midnight. There are shopping centers, restaurants, bars, and shops that sell souvenirs. Even though Baku is an old city, this place has many modern buildings built in harmony with its traditional structures.
പുരാതന നഗരമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പഴമയോട് വളരെ ഇഴുകി നിൽക്കുന്ന പുതിയ കെട്ടിടങ്ങളും ഹോട്ടലുകളും അവിടെ കാണാം. വളരെ വൃത്തിയുള്ള പ്രദേശം. നടപ്പാതകളും റോഡുകളും അതിസൂക്ഷ്മതയോടെ വൃത്തിയായി പരിപാലിച്ചിരിക്കുന്നു. പുരാതന നഗരത്തിനുള്ളിലാണ് 15-ാം നൂറ്റാണ്ടിൽ ഷിർവാൻ ഷാമാരുടെ കാലത്ത് പണി കഴിപ്പിച്ച മൈതാൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. Maiden Tower can be found within the whole city, which was built by Shirvan Shahs in the 15th century. ബാക്കു ഓൾഡ് സിറ്റിയിൽ നിന്നാൽ ബാക്കു ഫ്ലെയിം ടവറിലെ ലൈറ്റ് ഷോ കാണാം. വിവിധ പാറ്റേണിലുള്ള പ്രകാശ ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഏറ്റവും മനോഹരം തീജ്വാലയുടെ ഡിസൈൻ തന്നെയാണ്. ശരിക്കും ഫ്ലെയിം ടവർ എന്ന പേരിന് അനുയോജ്യം. 3 ടവറുകളും നിന്ന് കത്തുന്നതുപോലെ അതിമനോഹരമായ ഒരു കാഴ്ച. From the old city, the Flame Tower's light show is a stunning sight to see. പഴയ നഗരത്തിൻ്റെ തെരുവിലൂടെ വെറുതെ നടക്കുന്നത് തന്നെ ആസ്വാദ്യകരമാണ്. തിരക്ക് തീരെയില്ല. നല്ല കാലാവസ്ഥയും. ചെറിയ ഉന്തുവണ്ടികളിലും സുവനീറുകൾ വിൽക്കുന്നുണ്ട്. അവർ അന്നത്തെ കച്ചവടം മതിയാക്കിയതുപോലെ തോന്നുന്നു. Walking around the old city through the paved pathway is a very relaxing experience. The place is quiet with no crowd and the weather is also very pleasant. കൃത്യമായ അകലത്തിൽ കല്ലുകൾ നിരത്തിയ വഴിയിലൂടെ നടന്നു. അവിടെ കണ്ട ഒരു സുവനീർ കടയിൽ കയറി. രാജസ്ഥാനിൽ കാണുന്ന തരത്തിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള സുവനീറുകളാണ് ഇവിടെയുമുള്ളത്. സംസ്കാരത്തിൻ്റെ വ്യത്യസ്തത അനുസരിച്ച് അതിൻ്റെ ഡിസൈനും ആലേഖനങ്ങളും വ്യത്യസ്തമായിരുന്നു. We went into a shop that sells souvenirs. Just like in Rajasthan, in India, we can observe souvenirs, showpieces and dresses that are colorful and bright. We bought magnet souvenirs and shawls from the shop. നിരവധി കൗതുകമുണർത്തുന്ന സുവനീറുകൾ. വീട്ടിലെ അലങ്കാരത്തിന് യോജിച്ച ധാരാളം കൗതുക വസ്തുക്കൾ എന്നിവ ഇവിടെ കാണാം. വിവിധ വർണ്ണങ്ങളിലുള്ള അസർബൈജാൻ പാരമ്പര്യ വേഷങ്ങൾ, ഗൗണുകൾ, ഷാളുകൾ എന്നിവയും കാണുന്നുണ്ട്. യാത്രകൾ പോകുമ്പോൾ ഞങ്ങൾ അധികം ഷോപ്പിംഗ് നടത്താറില്ല. ലഗേജ് അധികമായാൽ യാത്രയുടെ സുഖം നഷ്ടപ്പെടും. അതുകൊണ്ട് പോക്കറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള എന്തെങ്കിലും മാത്രം വാങ്ങും. ഏതാനും സാധനങ്ങൾ അവിടെ നിന്നും വാങ്ങി ഇറങ്ങി. തിരികെ ഗേറ്റിന് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഗായകൻ പാട്ട് തകർക്കുകയാണ്.